അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കയിലെ സത്യനിഷേധികളെ ഉദ്ദേശിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് പോലെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഇറക്കിക്കൊടുത്താലും അവർ വിശ്വസിക്കുകയില്ല. മുൻകാല ജനസമൂഹങ്ങളെപ്പോലെ അവരുടെ നിഷേധം വർദ്ധിക്കുക മാത്രമാണ് ഉണ്ടാവുക എന്നാണ് കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായി പറയുന്നത് 3 കാര്യങ്ങളാണ്. മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളായും താക്കീതുകളായും നൽകപ്പെട്ട 3 കാര്യങ്ങൾ. ഈ കാര്യങ്ങളെക്കുറിച്ച് സൂചന മാത്രമേ ഇന്ന് പഠിക്കുന്ന ആയത്തിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് വിശദീകരണമില്ലാതെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എളുപ്പമല്ല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുവാനും അന്തിമ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനും ആയിരിക്കുവാനും പോന്ന രൂപത്തിൽ മനുഷ്യരെയൊക്കെ അള്ളാഹു തൻ്റെ അധികാരത്തിൻ്റെയും ശക്തിയുടെയും വലയത്തിലാക്കിയിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇസ്രാ മേറാജ് രാത്രിയിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്ത യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ ആര് എന്ന് തിരിച്ചറിയാനുള്ള ജനങ്ങൾക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്നാണ്. മൂന്നാമത്തേത്, അതുപോലെ ഖുർആനിൽ പരാമർശിച്ച ശപിക്കപ്പെട്ട സക്കോം വൃക്ഷത്തെക്കുറിച്ച വിവരണവും ജനങ്ങൾക്ക് വിശ്വാസപരമായ പരീക്ഷണം തന്നെയായിരുന്നു എന്നാണ്. വഇദ് ഖുൽനാലക, നബിയെ നാം താങ്കളോട് പറഞ്ഞല്ലോ, ഇന്ന റബ്ബക അഹാത ബിന്നാസി, താങ്കളുടെ റബ്ബ് ജനങ്ങളെ വലയം ചെയ്തിരിക്കുന്നു എന്ന്. അള്ളാഹു ജനങ്ങളെ ഒന്നാകെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നബിയെ താങ്കളോട് നാം പറഞ്ഞതല്ലേ. ശത്രുക്കൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ ഇസ്ലാമിനെയോ തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു നബിയെ സംരക്ഷിക്കും. അന്തിമ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനും തന്നെയായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന വിധം ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള അധികാരശക്തി അള്ളാഹുവിനുണ്ട് എന്ന് മനുഷ്യരെ ഉത്ബോധിപ്പിക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതിനെ കുറിച്ചാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. ഉദാഹരണത്തിന്, വല്ലാഹു യഅസിമുക മിനന്നാസ്, ശത്രുജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ രക്ഷിച്ചുകൊള്ളും എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതുപോലെ ശത്രുക്കളെല്ലാവരും പരാജയപ്പെടുമെന്നും താങ്കളും ഇസ്ലാമും അന്തിമമായി വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള സൂചനകൾ ധാരാളമായി ഖുർആനിൽ വന്നിട്ടുണ്ട്. നാം പഠിക്കുന്ന ഈ സൂറത്തിലും ഇനി അത് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യനിഷേധികളോട് അക്കാര്യം പറഞ്ഞപ്പോൾ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ വിജയിക്കുകയില്ല, അള്ളാഹു എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുന്നവനാണ്, അവൻ അവൻ്റെ ദീനിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്, അവൻ അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉത്ബോധിപ്പിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തപ്പോൾ അവർ അതിനെ കളിയാക്കുകയും പുച്ഛിച്ച് തള്ളുകയുമാണ് ചെയ്തത്. യാതൊരു അധികാരവും ശക്തിയുമില്ലാത്ത മുഹമ്മദ് വീമ്പ് പറയുന്നത് കണ്ടില്ലേ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനത്തെ പരിഹസിച്ച് തള്ളുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഇവർക്ക് ദൃഷ്ടാന്തങ്ങളും ഉത്ബോധനങ്ങളും ഉപകാരം ചെയ്യുകയില്ല. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഇസ്രാ മേറാജ് സംഭവം. ഒമാ ജഅൽന റുഇയ അല്ലതി അറൈനാക, താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ചകൾ നാം ആക്കിയിട്ടില്ല, ഇല്ലാ ഫിത്നത്തൽ ലിന്നാസി, ജനങ്ങൾക്ക് ഒരു ഫിത്ന, ഒരു പരീക്ഷണം ആയിക്കൊണ്ടല്ലാതെ. ഒമാ ജഅൽന റുഇയയെ, കാഴ്ചയെ നാം ആക്കിയിട്ടില്ല, അല്ലതി അറൈനാക, നാം താങ്കൾക്ക് കാണിച്ചു തന്ന. യഥാർത്ഥത്തിൽ വിശ്വാസികൾ ആര്, വിശ്വസിക്കാത്തവർ ആര്, ഉള്ളിൽ വിശ്വാസം ഉറച്ചിട്ടില്ലാത്തവർ ആര് എന്നൊക്കെ പുറത്തേക്ക് വ്യക്തമാവുന്ന സന്ദർഭമായിരുന്നു ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ പരാമർശിച്ച രാപ്രയാണം, രാത്രിയാത്ര, ഇസ്രാ സംഭവം. റുഇയ എന്നാൽ കാഴ്ച എന്നാണ്. റഅ, കണ്ടു എന്നതിൽ നിന്നാണ് അതുണ്ടായത്. സ്വപ്നത്തിനും റുഇയ എന്ന് ഉപയോഗിക്കും. എന്നാൽ ഇസ്രാ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ട് നേരിൽ കണ്ട കാഴ്ചകളെയാണ്, വസ്തുതകളെയാണ് ഇവിടെ റുഇയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അധിക പണ്ഡിതന്മാരും പറയുന്നത്. റുഇയ എന്ന് ഇവിടെ പറഞ്ഞത് ഇസ്രാ മിഅ്റാജ് ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നതിന് തെളിവാണ് എന്ന് ചുരുക്കം ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും പ്രബലമായിട്ടുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടത് തന്നെയാണ് എന്ന അഭിപ്രായമാണ്. ഇക്കാര്യം സൂറത്തിൻ്റെ തുടക്കത്തിൽ വിവരിച്ചു കഴിഞ്ഞതാണ്. ജനങ്ങൾക്ക് പരീക്ഷണമായിരുന്നു ഇത് എന്ന് പറഞ്ഞത് ജനങ്ങളിൽ
ചിലർ ഇത് കേട്ട ഉടനെ ഒരു സംശയവുമില്ലാതെ വിശ്വസിച്ചു. അവർ യഥാർത്ഥ സത്യവിശ്വാസികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയായിരിക്കുമെന്ന് ഒട്ടും സംശയിക്കാതെ ആദ്യം പ്രഖ്യാപിച്ച മഹാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ സംഭവത്തെ തുടർന്നാണ് സിദ്ദീഖ് എന്ന് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിനോടൊപ്പം ചേർത്ത് വിളിച്ചത്. എന്നാൽ സത്യവിശ്വാസികളിൽപ്പെട്ട ചില ദുർബല വിശ്വാസികൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ വരികയോ അത് ഉൾക്കൊള്ളാൻ സമയമെടുക്കുകയോ ചെയ്തു. സത്യനിഷേധികളാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്രയാണവും അതിൽ കണ്ട കാഴ്ചകളും വിവരിച്ചപ്പോൾ അതിനെ കളിയാക്കി പുച്ഛിച്ചു തള്ളി. ജനങ്ങൾക്ക് പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞത് അതാണ്. അതിൽ വിശ്വസിച്ചവർ രക്ഷപ്പെട്ടു, അതിൽ സംശയിച്ചവരും പുച്ഛിച്ചു തള്ളിയവരും നിർഭാഗ്യവാന്മാരാണ് എന്നാണ് ഈ പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വശജറത്തുൽ മൽഊനത ഫിൽ ഖുർആൻ, ശപിക്കപ്പെട്ട വൃക്ഷം എന്ന് ഖുർആനിൽ പരാമർശിച്ച ആ വൃക്ഷവും അതും അവർക്ക് പരീക്ഷണമാണ്. നരകത്തിലുള്ളവർക്ക് ഭക്ഷണമായി നരകത്തിലുണ്ടാവുന്ന നീചമായ ഒരു വൃക്ഷമാണ് ഷജറത്ത് സഖൂം എന്ന പേരിൽ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇതിനെയാണ് ഇവിടെ ഷജറത്തുൽ മൽഊനത ഫിൽ ഖുർആനി, ഖുർആനിൽ പരാമർശിച്ച ആ ശപിക്കപ്പെട്ട വൃക്ഷം എന്ന് പറയുന്നത്. ഇസ്രായേൽ സംഭവം പോലെ നരകത്തിലെ ഈ ശപിക്കപ്പെട്ട വൃക്ഷത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും കളിയാക്കുകയുമാണ് സത്യനിഷേധികൾ ചെയ്തത്. അവർ കളിയാക്കിയത് ഇങ്ങനെയായിരുന്നു: കല്ലുകൾ വരെ നരകത്തിൽ കത്തിയെരിയുന്നതാണെന്ന് മുഹമ്മദ് പറഞ്ഞു. അതേസമയം അവിടെ മരമുണ്ടാവുമെന്നും പറയുന്നു. കല്ലുകൾ വരെ കത്തിയെരിയുന്നിടത്ത് എങ്ങനെയാണ് മരം കരിയാതെ നിൽക്കുക എന്ന് പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയാണ് അവർ ചെയ്തത്. കത്തുന്ന തീ പടച്ചവൻ അള്ളാഹുവാണെങ്കിൽ തീയിൽ കത്താത്ത മരം പടക്കാനും അവന് സാധിക്കും എന്ന് സത്യവിശ്വാസികൾ വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതും ജനങ്ങൾക്ക് വിശ്വാസപരമായ പരീക്ഷണമാണെന്ന് പറഞ്ഞത്. സഖൂം എന്നാൽ വെണ്ണ പുരട്ടിയ കാരക്ക എന്ന ഒരർത്ഥവും ചില പ്രദേശങ്ങളിൽ പറയാറുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിയ സംഭവം കുപ്രസിദ്ധമാണ്. ജോലിക്കാരോട് വെണ്ണ പുരട്ടിയ കാരക്ക കൊണ്ടുവരാൻ അദ്ദേഹം പറയും. എന്നിട്ട് അബൂജഹൽ തൻ്റെ കൂട്ടുകാരോട് തസക്കമു, നിങ്ങൾ സക്കൂം വിഴുങ്ങിക്കോളിൻ എന്ന് പരിഹസിച്ചുകൊണ്ട് ഉറക്കെ പറയുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പറഞ്ഞ ശേഷം ആയത്തിൽ അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വനുഖവ്വിഫുഹും, നാം അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി അടിക്കടി ഓരോ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും നാം അവരെ കാണിക്കുകയും അറിയിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ആയത്തിൽ സൂചിപ്പിച്ചതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. പക്ഷേ ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനൻ കബീറ, പക്ഷേ അവർക്ക് അതൊക്കെയും അവരുടെ മഹാധിക്കാരം വർദ്ധിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ. ഫമാ യസീദുഹും, അതൊക്കെയും അവർക്ക് വർദ്ധിപ്പിക്കുന്നില്ല. ഈ താക്കീതുകളും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും അവർക്ക് വർദ്ധിപ്പിക്കുന്നില്ല. ഇല്ലാ തുഗ്യാനൻ കബീറൻ, വലിയ മഹാധിക്കാരമല്ലാതെ. മഹാധിക്കാരം വർദ്ധിക്കുക മാത്രമാണ് ഇതുകൊണ്ട് ചെയ്യുന്നത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.